നടി ലക്ഷ്മി പ്രിയക്ക് ഇനി ജാമ്യം കിട്ടോ? കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയെ എന്ത് വൃത്തികേടാ പറഞ്ഞത്. ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, മറ്റൊരു പുരുഷനുമായിട്ട് കണ്ടിട്ടുണ്ട്, ജനിച്ച പാടെയുള്ള കുഞ്ഞുങ്ങളെ പോലെയാണ് കണ്ടത്, എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ജയിക്കാൻ എന്തും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അതൊരു ഊളത്തരാണ്. എന്റെ പൊന്നു ലക്ഷ്മി പ്രിയ എന്ന് പറയാനുള്ളൂ കേട്ടോ. ഏതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു 20 ലക്ഷം കട്ടതിന്റെ കേസ് കട്ടത് തന്നെ പറയേണ്ടി വരും, അത് വേറെ നടക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു പെൺകുട്ടിയുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് തീവ്രവാദി, പിന്നെ എന്താ വർഗീയവാദിയുടെ പിൻഫലം, എന്തൊക്കെ ഊളത്തല പറഞ്ഞത്. ഒരു BJP-കാരി എങ്ങനെയാവണം എന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് ലക്ഷ്മി പ്രിയ. എന്തായാലും നല്ലൊരു വക്കീലിന്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്, കൃഷ്ണച്ചേട്ടൻ അല്ലെ, ആളുടെ പേര് തന്നെയല്ലേ, തോൽക്കുന്ന കേസ് മാത്രം എടുക്കുന്ന ആള്. കൊള്ളാം. എന്തായാലും ഇവര് പറഞ്ഞ ഈ ഊളത്തരം ഞാനൊന്നും കൂടി കേൾപ്പിക്കാൻ പോവാണ്. വിഷമമുണ്ട് കേൾപ്പിക്കുന്നതില്, പക്ഷെ ഇവരുടെ സ്വഭാവം എന്താണെന്ന് ജനങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കേൾക്കും. ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. എന്ത്? നിങ്ങൾ വിളിച്ചപ്പോ ജനിച്ച കുഞ്ഞുങ്ങളുടെ പോലെ വന്ന് വാതിൽ തുറന്നു? വിശ്വസിക്കണം അല്ലേ ഇത്? ഇപ്പൊ വിശ്വസിക്കാട്ടാ. ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറി വാതിൽ ആരെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാഹചര്യമാണെന്നുണ്ടെങ്കിലും ഇവർ പറഞ്ഞ രീതിയിൽ പോകുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ പൊന്നു ലക്ഷ്മി പ്രിയ, വീണടത്ത് കിടന്ന് ഉരുളല്ലേ. ചാണകത്തിൽ വീണ് കിടക്കുന്ന ചില ചാണകപ്പുഴുകളെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഇമാതിരി ഊളത്തരം പറയരുത്. ആ കുട്ടിയുടെ ലൈഫ് നിങ്ങൾ എന്തിനാണ് ഇല്ലാണ്ടാക്കുന്നത്? നിങ്ങളോട് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായത്തരം തന്നെയല്ലേ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു തന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ ഫോട്ടോ വേറെ വല്ല ആളുകളും കണ്ടാൽ ഭാവിയിൽ ഇതൊക്കെ ഉപയോഗിക്കില്ലേ? അപ്പൊ എന്തായിരിക്കും ആ ഫോട്ടോയുടെ ഉള്ളടക്കം എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മദ്യം വാങ്ങിക്കൊടുക്കുന്നതും. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ കുറച്ചും കൂടി കേൾക്കൂട്ടോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കഥ കെട്ടിച്ചമയ്ക്കുന്നത്? ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ കോടതിയിൽ പോവുക, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, അല്ലെങ്കിൽ നേരിട്ടിട്ട് കോടതി പോക്കോ, ജഡ്ജിയെ നേരെ കണ്ട് സംസാരിക്കുക. അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണോ, സോഷ്യൽ മീഡിയ ആണോ കോടതി? ഇങ്ങനെ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? തലക്കകത്ത് ആൾതാമസം ഇല്ല എന്ന് കരുതിക്കൊണ്ട് ഇത് ജനങ്ങൾ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുക അറിയോ? വരും ദിവസങ്ങളിൽ അറിയാം. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോ പറഞ്ഞു അവര് 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെയുള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരാ? പോലീസുകാരിയാണോ? ചോദിക്കട്ടെ. ആധാർ കാർഡ് ചോദിച്ചു, തന്നില്ല. എടോ, നിങ്ങൾ പറയുന്ന വാക്കുകൾ ആരെങ്കിലും വിശ്വസിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കില്ല. നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ ബിഗ് ബോസിലൂടെ മനസ്സിലാക്കിയതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പല പോസ്റ്റുകളിലും അത് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഊളത്തരം കാണിച്ചോളൂ, പക്ഷെ ഊഞ്ഞാലാടരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അമ്മ ഏജൻസി പിരിച്ചുവിട്ട സമയത്ത് ഒരുപാട് നടീനടന്മാർ പറഞ്ഞൊരു വാക്ക് അൻസിബയുടെ ആ വിൽ പവറിനെ കുറിച്ച്, അവരെല്ലാവരും അത് ഉറക്കെ വിളിച്ചു പറഞ്ഞ സമയത്ത് ലക്ഷ്മിപ്രിയ പറഞ്ഞൊരു വാക്കുണ്ട്. അതിന്റെ ഓടി ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ലക്ഷ്മിപ്രിയക്ക് വരാൻ പോകുന്ന കേസുകളെ കുറിച്ചുള്ള ചെറിയൊരു സൂചന തരാം. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. നല്ല സംശയം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന, മതരാഷ്ട്രീയ സംഘടന ഈ വിഷയത്തിൽ അൻസിബയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടോ? പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ? നിങ്ങൾ തെളിവ് സഹിതം സംസാരിക്കുക. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ അവര് മുസ്ലിം ആണ് അല്ലെ, മുസ്ലിം ലീഗിന്റെ ആരെങ്കിലും വന്ന, SDPയുടെ ആരെങ്കിലും വന്ന? ആരും വന്നിട്ടില്ല. എന്തിനു പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെയോ BJPയുടെ ആരെങ്കിലും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടോ?
ഇല്ല. അപ്പൊ ഊളത്തരം പറയരുത്. അപ്പൊ വർഗീയവാദികളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ആ വാക്കിന്, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ച ആ വാക്കുകൾക്ക് നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന കേസുകൾ ശക്തമായിരിക്കും. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന പൊട്ടത്തരങ്ങൾ തന്നെയാണ് അത് എന്നുള്ളതാണ്. ഇനി അൻസിബ എന്ന് പറയുന്ന വ്യക്തിയോട് ലക്ഷ്മിപ്രിയക്ക് എത്രത്തോളം ജലസ് ഉണ്ട് എന്ന് ഈ ശബ്ദ സന്ദേശം കേട്ടാൽ മനസ്സിലാവും. ഉണ്ണിയാർച്ചയെ പോലെ വന്ന് നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസും മറ്റുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അൻസിബ ഹസൻ വന്ന് ഞങ്ങളെ വീഴ്ത്തി കളഞ്ഞതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കാരണം ശ്വേത മേനോൻ രാജിവെച്ചതിന് ശേഷമാണ്, അംഗത്വം പോലും രാജിവെച്ചതിന് ശേഷമാണ് ആ കുട്ടി സ്റ്റേജിൽ വന്ന് സംസാരിച്ചത് പോലും. പിന്നെ എങ്ങനെയാണ് ഞങ്ങളെ വീഴ്ത്തിയത്, അവരാകുന്നത് എങ്ങനെയാണ്? നമുക്ക് തോന്നും ഒരു കാലത്ത് വലിയ നടി നടന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് മലയാള സിനിമ മുന്നോട്ട് പോകാന്ന് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ മരണത്തിലും നമ്മൾ വിചാരിക്കും. ഇവിടെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഈ പ്രകൃതിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കാറുണ്ടോ? ഒരാളും ഈ ലോകത്തിന് തന്നെ മസ്റ്റ് അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. അതുകൊണ്ട് ഷോ നിർബന്ധമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന പോലെ ഈ പ്രകൃതിയിൽ ഒരു ഇലയ്ക്ക് പോലും ആരുടെ മരണവും ആരുടെ വീഴ്ചയും ഈ പ്രകൃതിയെ ബാധിക്കുന്നില്ല. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്. ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് എന്ന് പറയുന്ന പോലെ അല്ലെ. അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോകട്ടെ. ഏറ്റവും നല്ല ആൾക്കാർ വന്നിട്ട് അത് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഓക്കെ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവം പോലും കാണാൻ വരരുത് എന്നൊക്കെ ഉഷ ചേച്ചിനോട് പറഞ്ഞിരുന്നല്ലോ. ഉഷ ചേച്ചി അപ്പൊ തന്നെ ആയിട്ടുള്ള മറുപടി തന്നിട്ടുണ്ടായിരുന്നു. കിടില മറുപടി എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവരുടെ ഈ ഊളത്തരങ്ങൾ ഉണ്ടല്ലോ, ഇതൊന്നും കണ്ടിട്ട് ഇനി അവരെ സപ്പോർട്ട് ചെയ്യരുത്, ഒരാൾ സപ്പോർട്ട് ചെയ്യരുത്. BJP-യിലുള്ള ആൾക്കാരോടും കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും പൊക്കി പിടിച്ച് നടക്കരുത്. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണം കുറവുണ്ടാവും. ആ ഒരു കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയുണ്ടല്ലോ. സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ പറയുന്ന ലക്ഷ്മിപ്രിയ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടന്നാൽ നിങ്ങൾക്കത് ഭാവിയിൽ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അത്രേ പറയുന്നുള്ളൂ. ഇവർക്ക് ആരൊക്കെയോ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ധാരണയിലാണ് ഇവർ നടക്കുന്നത്. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ അടുത്തൊന്നും പോയിട്ട് ഈ കേസായിട്ട് എത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അതൊന്നും കൂടാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമുണ്ട്. ഭൂലോക ഫ്രോഡുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡാറ്റ ഒക്കെ ഞാൻ പിന്നീട് പുറത്ത് വിടാം. അതിനു മുന്നേ അൻസിബ വീണ്ടും കൊടുത്ത പരാതിയെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കേൾക്കാം. വീണ്ടും പരാതിയുമായിട്ടാണ് നടി അൻസിബ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ലക്ഷ്മിപ്രിയയ്ക്കും അതോടൊപ്പം തന്നെ ശ്വേത മേനോനും ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജവും അശ്ലീലം നിറഞ്ഞതുമായിട്ടുള്ള വീഡിയോ തനിക്കെതിരെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നതാണ് ഈ പരാതിയുടെ കാതൽ. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവൃത്തിയാണിത്. അതോടൊപ്പം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് ഈ പരാതിയിൽ ബോധിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാജവും അശ്ലീലവും നിറഞ്ഞതുമായിട്ടുള്ള പ്രചാരണം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ച ലക്ഷ്മിപ്രിയ, അതോടൊപ്പം തന്നെ അതിന് ഒത്താശ ചെയ്തവർ, മാത്രമല്ല ഇതിന് ഗൂഢാലോചന നടത്തിയതിൽ പ്രധാനിയാണ് ശ്വേത മേനോൻ എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ ശ്വേത മേനോൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു തിരുവനന്തപുരത്തെ PR ഏജൻസിയുമായി കരാർ ഉണ്ടാക്കി എന്ന ആരോപണവും ഈ പരാതിയിൽ ഉയർത്തുന്നുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തി നടപടി സ്വീകരിക്കണം, കേസെടുത്ത് അന്വേഷണം നടത്തണം, വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള കാര്യമാണിതെന്നും പരാതിയിലുണ്ട്. മാത്രമല്ല ഈ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ ഈ കമ്മിറ്റി മുഴുവനും രാജിവെച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നേരത്തെ മുൻപ് പ്രചരിച്ചതാണ്. ആ ഘട്ടത്തിലാണ് ഈ പൊതുയോഗത്തിൽ ഈ കമ്മിറ്റി തന്നെ രാജിവെച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായപ്പോൾ അതിന്റെ ഒരു വൈരാഗ്യ നിമിത്തമാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് എന്ന തരത്തിലാണ് ഈ പരാതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിലേക്കാണ് പരാതി എത്തിയിട്ടുള്ളത്. നേരത്തെ അൻസിബ ടിനി ടോമിനെതിരെ മറ്റൊരു പരാതി നൽകിയിരുന്നു. അത് കടവന്ത്ര പോലീസിലാണ് പരാതി നൽകിയത്. അതിൽ ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ചെന്നും താൻ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു ചിലരെ എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അൻസിബ പരാതിയായി ഉയർത്തിയത്. തുടർന്ന് കടവന്ത്ര പോലീസ് അന്വേഷണം നടത്തി അതിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മറ്റൊരു പരാതി കൂടി വന്നിരിക്കുന്നത്. എന്തായാലും അമ്മയിലെ വിഷയങ്ങൾ വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും വലിയ കലഹങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അൻസിബ മറ്റൊരു പരാതി പാലാരിവട്ടം പോലീസിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലക്ഷ്മിപ്രിയക്ക് എന്തോ ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത് ആ ഫോട്ടോ കണ്ടതിന്റെ ഭാഗമായിട്ട് ഭർത്താവ് ലക്ഷ്മിപ്രിയ തല്ലി എന്നുള്ളത്. അങ്ങനെ തല്ലണമെങ്കിൽ, അങ്ങനെ ഭർത്താവിൻ രോക്ഷാകുലനാവണമെങ്കിൽ എന്തായിരിക്കും ആ ഒരു ഫോട്ടോ? ആരെ ചേർത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കും? ഒരു ചെറിയൊരു ഏകദേശ കണക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവൂല്ലേ, എന്താണ് ഏതാണെന്നുള്ളത്. അത്ര തന്നെ നിങ്ങളെ മനസ്സിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെ, അതാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അൻസിബയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷെ അവർ ചെയ്യുന്ന വിഡ്ഢിത്തരം അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. വലിയ ഒരു നിയമലംഘനമാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അപമാനിക്കുന്നതിന് എന്ത് ശിക്ഷയാ കിട്ടുക? ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് അവർക്ക് പണി കിട്ടും. എന്തായാലും ലക്ഷ്മിപ്രിയ ഇനി വാ തുറക്കുന്നത് നല്ലതാ.
കാരണം എന്താണെന്നറിയോ, ഒരുപാട് കേസിന് ഒരുമിച്ചാണ് ജാമ്യം എടുക്കാലോ. എന്തിനാ വെറുതെ ഇങ്ങനെ മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നത്? ആ 20 ലക്ഷത്തിന്റെ ആ ഒരു കഥയുണ്ടല്ലോ, എല്ലാം കൂടെ ഒരുമിച്ചായിക്കോട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി കൊടുക്കാണ്ടെങ്കിൽ അതും കൂടി ഒരുമിച്ചാണ്ട് കൊടുത്താളെ കേട്ടോ. എന്തിനാടാ ഇങ്ങനെ ഓരോ ഊളത്തരം പറഞ്ഞു നടക്കുന്നേ? എന്തായാലും ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് തന്നെ ഞങ്ങൾ വിളിച്ചു പറയും, അതിനൊരു തർക്കവും വേണ്ട. ഇതിനിടയിൽ ടിനി ടോമിന്റെ കേസ് മുങ്ങിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, മുങ്ങിപ്പോയിട്ടൊന്നുമില്ല, അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന്റെ നീക്കുപോക്ക് മനസ്സിലാവാത്തതിന്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ്. ഇനി അതെങ്ങാനും നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് ആരാണെന്നുണ്ടെങ്കിലും പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹ്യൂമൻ റൈറ്റ് ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ലൈഫ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായിട്ട് തന്നെ നിലപാടെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ് പിന്നിലുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. ലക്ഷ്മി പ്രിയ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.